നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള സദ്യയിലെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിഭവമായ അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അവിയലിന് വേണ്ട കഷ്ണങ്ങൾ ഞാനിവിടെ 3 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ഒരു വലിയ നേന്ത്രക്കായ, അതുപോലെ ഒരു ഹാഫ് വെള്ളരിക്ക, പിന്നെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 2 ചെറിയ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് തേങ്ങ, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നമുക്കിനി ചതച്ച് ചേർക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 കപ്പ് തൈര്, 2 ടീസ്പൂൺ ഉപ്പ്. ആദ്യം തന്നെ നമുക്ക് തേങ്ങയും ജീരകവും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് നമ്മുടെ അവിയൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്കിത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് ആവി വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ആവിയിലിരുന്ന് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. ആവി നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പച്ചക്കറിയിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളം തീരെ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് നല്ലപോലെ വെള്ളം തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ നമ്മുടെ തേങ്ങയും പച്ചമുളകും ഒക്കെ ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വീണ്ടും വേവിക്കാം. വെള്ളം തീരെ കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്ന് കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങയും വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ഇളക്കരുത്, അപ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒരു നല്ല ടേസ്റ്റും അതുപോലെ തന്നെ ലുക്കും കൊടുക്കും. സ്മെല്ലും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അവിയൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്കിനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.